ഹലോ, അപ്പോൾ കുറേ ആയില്ലേ ഗൈസ് നമ്മൾ കണ്ടിട്ട്. കുറേ തിരക്കൊക്കെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഗൈസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സർക്കസ് കാണാൻ പോവാട്ടോ. സർക്കസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ജോക്കർ സിനിമയിലുള്ള ആ സംഭവം മാത്രമേ ഉള്ളൂ. എങ്ങനെയാ സർക്കസ് ഒന്നും എനിക്കറിയാം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സർക്കസ് കാണാൻ. അങ്ങനെ വിചാരിക്കുമ്പോൾ ഒന്നും കണ്ടില്ല. ഇതൊക്കെ ഞാനിത് സർക്കസ് ജോക്കർ സിനിമയിൽ കണ്ടത് നേരിട്ട് കാണുമ്പോൾ ഒക്കെ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. പക്ഷെ ഇതെനിക്ക് ആദ്യമായിട്ട് കാണുന്നതിനെ കൊണ്ടാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷെ ആരും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളൊരു ഉച്ച ടൈമിലാണ് പോയത്. പിന്നെ ഓൾഡ് ഏജ് ഹോമിലുള്ള കുറച്ച് അച്ഛന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനും ലല്ലൂസും ഇക്കു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവരൊക്കെ അടിപൊളി, അത്രയും സൂപ്പറാട്ടോ. പിന്നെ എന്താ പറയുക, മൃഗങ്ങളൊന്നും ഇല്ലായിരുന്നു ഗൈസ്. എന്താ വെച്ചാൽ അതൊക്കെ ബാൻ ചെയ്തത് കാരണം നമുക്ക് അവിടെ ഉണ്ടാക്കി വെച്ച മൃഗങ്ങൾ മാത്രമായിരുന്നു ഉള്ളത്. പിന്നെ ഒരു കുതിരേനെ മാത്രം ഓടിച്ചു കൊണ്ടുപോയി ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെയുള്ള പെൺകുട്ടികളുടെ ഡാൻസ് അല്ല, അവരെ ഫ്ലെക്സിബിലിറ്റി, അവരെന്തൊക്കെയാ ചെയ്യുന്നത് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നിന്നൊക്കെ എടുത്ത് മീൻചട്ടിയിലേക്ക് ഇടാൻ എനിക്ക് തോന്നിയത്. അത്രയും ഫ്ലെക്സിബിളാണ് അവർ. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നതിനെ കൊണ്ടാണ്. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ സർക്കസ് കാണാത്തവരുണ്ടോ? അങ്ങനെ ഞാൻ കണ്ട്. പിന്നെ ഇവർ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ഡ്രസ്സ് മാറ്റി ഒരു 5 മിനിറ്റുള്ളത് പെട്ടെന്ന് വരും. പിന്നെ അവിടുത്തെ പ്രോപ്പർട്ടീസൊക്കെ മാറ്റുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ ഫസ്റ്റ് ഞങ്ങൾ കണ്ടില്ലായിരുന്നു, ചാടിയിട്ട് ഒരാളെ മേലേക്ക് വീണ് ഊഞ്ഞാലാടുന്ന പോലെയുള്ള അവിടെയുള്ള നെറ്റൊക്കെ അവർ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടാണ് ആ നെറ്റൊക്കെ അഴിച്ച് സെറ്റാക്കി ഇങ്ങനെ ആക്കി. ഗൈസ് ഈ ഡാൻസൊക്കെ ഞാൻ ഏഷ്യാനെറ്റിലൊക്കെ ഉള്ള ഡാൻസിൻ്റെ ഫ്ലോറിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഗൈസ്. ഇത് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി ഗൈസ്. എന്തിനാ വെറുതെ ഒതുങ്ങി അവിടെ വിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആഗ്രഹം മാറ്റി വെച്ചു ഗൈസ്. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. മോനോ ആസ്വദിക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓനിതൊന്നും മനസ്സിൽ തന്നെ ആവുന്നില്ല തോന്നുന്നുണ്ട്. അവന് പോണം എന്നാണ് ഗൈസ് പറയുന്നത്. അവനറിയില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് സർക്കസ് കാണുന്നത്. നിന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ഇക്കൊക്കെ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. ആ മനുഷ്യനൊന്നും എൻ്റെ കുട്ടീനെ പിടിക്കുക. പാവം എൻ്റെ സ്നേഹനിധിയായ ഭാര്യ സർക്കസ് കണ്ടോട്ടെ എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യാനാ ഗൈസ് എൻ്റെ. അങ്ങനെ ഗൈസ് ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് കോഴിക്കോട്ടാണ് നടക്കുന്നത്. എല്ലാ ജില്ലയിലേക്കും വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം എല്ലാവരും പോയി കാണുക, അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പിന്നെ ഗൈസ് എൻ്റെ മുടി എങ്ങനെയുണ്ട്? ഞാൻ പുതിയൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ.